ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഞാനിത് തലേ ദിവസം അരച്ച് വെച്ച അരിയാണ്, ഇഡ്ഡലിക്കാണ് അരച്ച് വെച്ചത്. അരിയും ഉഴുന്നും പിന്നെ കുറച്ച് ചോറും കൂടിയിട്ടാണ് അരച്ച് വെച്ചത്. അപ്പോൾ തലേ ദിവസം നമ്മൾ കുതിർത്ത് വെച്ചിട്ട് ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് അരച്ച് വെച്ചാൽ മതി. ഞാൻ 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്നാണ് എടുക്കാറുള്ളത്. പിന്നെ കുറച്ച് ഉലുവ, പിന്നെ ഒരു 1/2 ഗ്ലാസ് ചോറ് കൂടി ചേർത്താണ് അരക്കാറുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഇഡ്ഡലി ചുട്ടെടുക്കാം. ഇഡ്ഡലിത്തട്ടിൽ നിന്നും വേഗം കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ അലുമിനിയത്തിൻ്റെ ഇഡ്ഡലിത്തട്ടിലാണ് ചുടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ സ്റ്റീലിൻ്റെ കുക്കർ ഇഡ്ഡലിത്തട്ടിൽ ചുടുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല വലിപ്പത്തിലുള്ള പൊങ്ങിയ ഇഡ്ഡലി കിട്ടും. കാരണം ഇതിങ്ങനെ ഗ്യാപ്പ് ഉണ്ട് കുറച്ചധികം, മറ്റേത് അത്ര ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അധികം പൊങ്ങി വരാറില്ല. ഞാൻ 2 പാത്രത്തിൽ ഇഡ്ഡലി ചുടാറുണ്ടായിരുന്നു, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഡ്ഡലി ഇഷ്ടമാണോ? ഇഡ്ഡലിക്ക് കോമ്പിനേഷൻ എന്താണ് ഇഷ്ടം? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരുന്നു. ഞാനിവിടെ സാമ്പാർ ഉണ്ടാക്കാറുണ്ട്, അല്ലെ ചില ദിവസങ്ങളിൽ തക്കാളി ചട്നി ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി രാവിലത്തെ പാത്രം കഴുകുന്നതാണ്. ചില ദിവസങ്ങളിൽ തലേ ദിവസം കഴുകി വെക്കും. ഇന്നലെ ഞാൻ തലേ ദിവസം കഴുകിയില്ല. അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടി ഞാൻ വിറകടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ സമയമാണ് ബാക്കിയുള്ളതെല്ലാം കഴുകി വെക്കുന്നത്. പിന്നെ ഇപ്പോൾ നല്ല മഴയുള്ള സമയമാണ്. അപ്പോൾ ഈ പാത്രം കഴുകിയാൽ തന്നെ നമ്മളെ വീട്ടിലുള്ള ഒരു പകുതി ജോലിയും പൂർത്തിയായി എന്ന് പറയാൻ പറ്റും. കാരണം പിന്നെ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനുള്ള ഒരു നല്ലൊരു എനർജി കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകും. കാരണം ഈ പാത്രങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്കാകെ ഒരു മടുപ്പ് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പാത്രമെല്ലാം കഴുകി ഏകദേശം തീരാറായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള നമ്മുടെ കറിയും അങ്ങനെയൊക്കെയുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കുക്കറിലാണ് കഴുകുന്നത്, കാരണം ഇതെല്ലാം ഗ്യാസ് അടുപ്പിലാണ് ഞാനിപ്പോൾ പാചകം ചെയ്യുന്നത്. ചോറ് മാത്രമേ വിറകടുപ്പിൽ വെക്കുന്നുള്ളൂ. പാത്രമൊക്കെ കഴുകി വെള്ളം പോകാൻ വേണ്ടി ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഉച്ചക്കത്തേക്കുള്ള കറിയുടെ പണിയൊന്ന് നോക്കണം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു ചക്ക പറിച്ച് വെച്ചു. ഇതുകൊണ്ടൊരു കറി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചെറുതായി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തലേദിവസം ഞാൻ വെളുത്ത കടല കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് കഴുകി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചക്കച്ചുളയും കുറച്ച് അതിൻ്റെ കൂടെ ചക്കക്കുരുവും കൂടി ചേർത്ത് നമുക്ക് ഒരു എരിശ്ശേരി തയ്യാറാക്കാം. ചോറിന് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾ, മുളക്, ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചാൽ നമ്മളെ കറി പെട്ടെന്ന് റെഡിയാകാൻ പറ്റും. ഈ കുരുമുളക് പൊടി ചക്ക വെക്കുന്ന എല്ലാ സമയത്തും ഞാൻ ഇടാറുണ്ട്. കാരണം ഒരു ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് വയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചക്കയൊക്കെ കുറച്ച് പറ്റാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ കുരുമുളക് കൂട്ടി വെച്ചാൽ നല്ലതായിരിക്കും. പിന്നെ തേങ്ങയും ജീരകവും കൂടി അരച്ച് ചേർത്ത് നമ്മുടെ കറി റെഡിയാക്കിയെടുത്തു. ഇനി ഉച്ചക്കത്തേക്ക് വറവിന് വേണ്ടി ഞാനൊരു കാമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ റൗണ്ടാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ നമ്മുടെ ഉച്ചക്ക് ചോറിനുള്ള വറവ് റെഡിയായി.
വറവ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിന് അരിയാണ് വറുത്തിടുന്നത്, നന്നായി പൊരിഞ്ഞ അരി. അപ്പോൾ നമ്മുടെ വറവും റെഡിയായി. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.